അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോയിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ രണ്ട് വചനങ്ങളെയാണ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിശദീകരിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഒഴിവായ അറിവുകൾ, മറഞ്ഞിരിക്കുന്ന ജ്ഞാനങ്ങൾ എന്താണ് എന്നായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഈ വാക്യത്തിൽ മറഞ്ഞു കിടക്കുന്ന കൊണ്ടുവരിക എന്നതാണ് ഇന്നും നമ്മുടെ ലക്ഷ്യമെന്നുള്ളത്. ഈ കാര്യം വിശദീകരിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവമല്ലാതെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്ന ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ എൻ്റെ നാമം അള്ളാഹു ആണ് എന്ന് പറഞ്ഞ ഒരു അള്ളാഹു അല്ലാതെ മറ്റേതെങ്കിലും ഒരു ദൈവം പ്രപഞ്ചത്തിനുണ്ട് എന്ന് നമ്മുടെ ബുദ്ധിപരമായ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ യുക്തി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണങ്ങൾ കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും ഇതേപോലെ വായുവും വെള്ളവും വെളിച്ചവും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു സൃഷ്ടികർത്താവാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ലോകത്തുള്ള എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഏകനായ ഒരു ദൈവമാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ ദൈവം അവന്റെ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകുന്ന കാര്യത്തിൽ അവൻ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ ഉള്ള യാതൊരു വേർതിരിവും കാണിക്കുന്നില്ല എന്നും അവന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അവൻ നൽകുന്നത് കൊണ്ട് പ്രപഞ്ചത്തിനാകമാനം നീതിമാനായ ഒരു ദൈവം ഉണ്ട് എന്നും നമുക്ക് ബോധ്യം വരുന്നതാണ്. ഉദാഹരണമായി വെള്ളം, അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവില്ലാതെ അവൻ എല്ലാവർക്കും നൽകുന്നു. നാം എല്ലാം അത് പങ്കിട്ടെടുക്കുന്നു. അവൻ നൽകിപ്പെട്ട അവന്റെ സൃഷ്ടിയായിരിക്കുന്ന അവന്റെ വായു എന്നത് അവിടെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി, മജൂസി, ദൈവമുള്ളവൻ, ദൈവമില്ലാത്തവൻ എന്ന വേർതിരിവില്ലാതെ നമുക്കെല്ലാവർക്കും പങ്കിട്ടെടുക്കാൻ കഴിയുന്ന രീതിയിൽ അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. നാം എല്ലാം അതിൽ നിന്ന് പങ്കിട്ടെടുക്കുന്നു. ഇതുപോലെ സൂര്യന്റെ അനുഗ്രഹങ്ങളായാലും ഭൂമിയിൽ നിന്നുള്ള മറ്റു കാര്യങ്ങളായാലും ഇതേപോലെ മഴ വർഷിപ്പിക്കുമ്പോഴും അവൻ അവിടെ ഹിന്ദുവിന്റെ വസ്തു അല്ലെങ്കിൽ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ മജൂസിയുടെയോ ഒന്നും വേർതിരിവില്ലാതെ എല്ലാവന്റെ പറമ്പിലും അവൻ മഴ വർഷിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ ധാന്യങ്ങൾ മുളപ്പിക്കുമ്പോഴും അവിടെയും യാതൊരു വേർതിരിവും ഇല്ലാതെ എല്ലാവന്റെ പറമ്പിലും അവൻ ധാന്യങ്ങൾ മുളപ്പിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ദൈവം ഒന്നല്ല എന്നും പ്രത്യേകം ദൈവങ്ങളാണ് എന്നും പറയാൻ സാധിക്കുമോ? ക്രിസ്ത്യാനികൾക്ക് 3 ദൈവവും ഹിന്ദുക്കൾക്ക് 330 ദൈവങ്ങളുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ യുക്തിയും ബുദ്ധിയും കൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിനാകമാനം സൃഷ്ടിക്കുകയും അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനും പങ്കുകാരനില്ലാത്തവനുമായ ഒരു ദൈവം പ്രപഞ്ചത്തിനുണ്ട് എന്നാണ്. ആ ദൈവത്തെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു എന്ന് വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞ ആ അള്ളാഹുവിന്റെ ഒരു ഗുണത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലെങ്കിൽ പരിപാലകനായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന്. അപ്പോൾ ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും മനുഷ്യന് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് തരികയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ സ്തുതിക്ക് അർഹതപ്പെട്ടത് ആ ദൈവമല്ലാതെ മറ്റാരാണല്ലോ പ്രപഞ്ചത്തിലുള്ളത്. ദൈവത്തിന്റെ ഗുണമായി അള്ളാഹു പറയുന്നത് റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ റബ്ബ് എന്ന പദത്തിന് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ മനുഷ്യനെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പുരോഗതിയിലേക്ക് നയിക്കുക, ഈ ഒരു പ്രക്രിയക്കാണ് റബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അള്ളാഹു വാർപ്പ് രീതിയിൽ പൊടുന്നനെ സൃഷ്ടിക്കപ്പെടുകയല്ല,
മറിച്ച് അള്ളാഹു ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് ക്രമേണ ഘട്ടം ഘട്ടമായി അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന അവസ്ഥയാണ് അള്ളാഹുവിനുള്ളത് എന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഒരു വചനത്തിലൂടെ തന്നെ അള്ളാഹു അത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വചനം പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം, മനുഷ്യൻ വളരുന്നതും വികസിക്കുന്നതും മനുഷ്യന്റെ സ്വന്തം കഴിവുകൊണ്ടല്ല എന്നും, മറിച്ച് അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്, അവൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് മനുഷ്യൻ വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് എന്നും ഈ റബ്ബുൽ ആലമീൻ എന്ന ഒരു ഗുണവിശേഷണം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വാക്യം ലോകത്തുള്ള ഒരു പരിണാമ പ്രക്രിയയെ കൂടി സൂചിപ്പിക്കുകയാണ്. അതായത് മനുഷ്യൻ പരിണമിച്ചല്ല ഉണ്ടായിട്ടുള്ളത് എന്ന ആ ചില വിശ്വാസങ്ങൾക്ക് ഈ വചനം ഗണനം നൽകുകയാണ് ചെയ്യുന്നത്. വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നവനാണ് റബ്ബ് എന്നതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ വികസിച്ചു കൊണ്ടിരിക്കുന്നതും ഈ വികസനമാകട്ടെ അഭിവൃദ്ധിമുഖമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് ഈ വളർച്ച അല്ലെങ്കിൽ ഈ പുരോഗതി മനുഷ്യന് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ റബ്ബുൽ ആലമീനാണ് ഇതിന്റെ ഒരു സൃഷ്ടികർത്താവ് എന്നത് മനുഷ്യന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം ഒറ്റയടിക്ക് മനുഷ്യനൊരു വലുപ്പത്തിലേക്ക് എത്തുകയല്ല, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പുരോഗതിയിലേക്ക് എത്തുകയല്ല, ഘട്ടം ഘട്ടമായി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, വളർച്ചയ്ക്ക് വിധേയമാക്കി കൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ പരിധിയില്ലാത്ത പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഈ റബ്ബുൽ ആലമീൻ, മുഴു ലോകത്തിന്റെയും റബ്ബ് എന്ന ഈ വാക്യത്തിൽ നിന്ന് അള്ളാഹു ഈ വാക്യത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലേക്ക്, പുരോഗതിയിലേക്ക് മനുഷ്യന് ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഈ പ്രപഞ്ചവുമായി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും, ആ സമയാന്തരങ്ങളിൽ അവന്റെ പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ട് അത് ഘട്ടം ഘട്ടമായി അവൻ നടപ്പാക്കുക തന്നെ ചെയ്യും എന്നുമുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന പടിയിലേക്ക് അള്ളാഹു മനുഷ്യനെ വികസിപ്പിക്കുന്നു. നമുക്കറിയാം, ഒരു ബാക്ടീരിയ എന്നോ ബീജഗണമെന്നോ പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ഒരു വളർച്ചയുടെ പൂർവാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഒരു പുരോഗതിയുടെ അവസ്ഥയിലേക്കോ മാറ്റിയെടുക്കുന്നത്. ഒരു പ്രസവിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതിന് ബുദ്ധിയില്ല. നാളത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒന്നും ഒരറിവും ആ കുട്ടിയെ സംബന്ധിച്ചില്ല. ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് കൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ആ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവൻ ബുദ്ധിയുള്ളവനും അതിനു മുമ്പ് അവൻ മൃഗങ്ങളെ പോലെ ചില ചലനങ്ങൾ മാത്രം തിരിച്ചറിയാനുള്ള അവസ്ഥയിൽ നിന്ന് അവന് സ്വയം ചിന്തിക്കുവാനും ചിന്തിച്ച് മനസ്സിലാക്കുവാനും പുരോഗതി പ്രാപിക്കുവാനുമുള്ള കഴിവിലേക്ക് അവനെ ഘട്ടം ഘട്ടമായി കൊണ്ട് അവനെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ആ കാരണം അള്ളാഹു ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനെ റബ്ബുൽ ആലമീൻ എന്ന് അവൻ പടിപടിയായി ഉയർത്തുന്നവനാണ് എന്ന ഗുണം അവനുള്ളതാണ് എന്ന് ഇവിടെ പറയാൻ പ്രധാന കാരണം. മാത്രവുമല്ല, ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്താനുണ്ട് എന്ന ഒരു തോന്നൽ, ഒരു ബോധ്യം അവന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയും അങ്ങനെ ഒരു ഘട്ടം മാത്രമല്ല മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തേണ്ടവനാണ് എന്നുള്ള ഒരു തോന്നൽ അവന് നൽകുകയും ആ ഘട്ടത്തിലേക്ക് പുരോഗമിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ മാർഗത്തിലൂടെ പ്രവേശിക്കാനുള്ള ഒരു കഴിവ് അവന് നൽകുകയും ചെയ്യപ്പെടുന്നു. അങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് അങ്ങനെ അള്ളാഹുവിനെ റബ്ബുൽ ആലമീൻ എന്ന് പറയാൻ സാധിക്കുക. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഈ റബ്ബുൽ ആലമീൻ എന്നല്ലെങ്കിൽ സൂറ ഫാത്തിഹ ആരംഭഘട്ടത്തിൽ തന്നെ നൽകിക്കൊണ്ട് വ്യത്യസ്ത മാർഗദർശനങ്ങളുടെ കാലം സമാപിച്ചിരിക്കുന്നു എന്നും
ലോകത്തിന് മുഴുവനും സർവ്വജനീനമായ ഒരു സന്ദേശം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു എന്നും ഈ വചനത്തിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് മുമ്പ് വ്യത്യസ്ത ദേശങ്ങളിലേക്ക് പ്രത്യേകം പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോൾ അറിവില്ലാത്ത ആളുകൾ അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ മറ്റു പ്രദേശങ്ങളിൽ അവതരിച്ച പ്രവാചകന്മാരെ അവർ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ അവതരണത്തിലൂടെ മനുഷ്യരാശിക്കാകമാനം ഒരു പ്രവാചകനെയും ഒരു മതത്തെയും അള്ളാഹു നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ മാത്രമേ ലോകത്തുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, കറുത്തവനായാലും വെളുത്തവനായാലും മറ്റ് ഏതെങ്കിലും നിറത്തിൽപ്പെട്ടവരാണെങ്കിലും ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ സ്തുതിക്കാൻ അവനോട് കൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഈ ഗുണങ്ങളോട് കൂടിയ ഒരു അള്ളാഹു അല്ലാതെ, അല്ലെങ്കിൽ ഒരു ദൈവമല്ലാതെ ഈ പ്രപഞ്ചത്തിന് മറ്റേതെങ്കിലും ഒരു സൃഷ്ടികർത്താവ് ഉണ്ട് എന്ന് പറയാൻ, ആ സൃഷ്ടികർത്താവിന്റെ ഗുണങ്ങൾ ഇന്നതാണ് എന്ന് ഈ പ്രപഞ്ച നിയമത്തിൽ നിന്ന് മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ പിൻബലത്തിലൂടെ പറയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രപഞ്ചത്തിന് വൈരുദ്ധ്യമില്ലാത്ത ഈ രീതിയിൽ ആർക്കും സാധ്യമല്ല. അപ്പോൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ലോകത്ത് ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു ജനതയും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ സൂചകമായി കൊണ്ട് തന്നെയാണ് സൂറ ഫാത്തിഹയിൽ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്. റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് ഇനി മുഴു ലോകത്തിന്റെയും റബ്ബ്, അതായത് ശ്രീകൃഷ്ണനെ കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണ്? തമോവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാൽ പരാം ശാന്തി സ്നാനം പ്രാപ്സുശാശ്വതം. അല്ലയോ ഭാരത, ദൈവം ഏകനെയുള്ളു. എന്തുകൊണ്ടാണ് ഭാരതത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത്? അദ്ദേഹം ഭാരതത്തിന് വേണ്ടി അവതരിച്ച ആളായിരുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ദൈവത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് യേശു പറയുന്നത് ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലിന്റെ കർത്താവ് കർത്താവ്. അപ്പോൾ അദ്ദേഹം ഇസ്രായേലിന് വേണ്ടി വന്നതായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിലെ ഒരു ദൈവത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറി റബ്ബുൽ ആലമീൻ എന്ന ഒരു റബ്ബിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയം. മുഴുവൻ ലോകത്തും മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ആ സന്ദേശങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്നുള്ളത് തന്നെയാണ്, ഇതിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇനി ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ ദൈവികമായ അനുഗ്രഹം സിദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അതിനു മുമ്പ് വന്ന എല്ലാത്തിനെയും റദ്ദ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആ ദൈവമാണ് ഞാൻ, ഇന്ന ഗുണങ്ങളാണ് എനിക്കുള്ളത് എന്ന് അവൻ പ്രഖ്യാപിക്കുകയും ആ ദൈവത്തെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അവൻ വെളിപ്പെടുത്തി തരികയുമാണ് ഈ സൂറ ഫാത്തിഹയിലൂടെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.